ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ബുധനാഴ്ച ജൂൺ 26 പഞ്ചമിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പഞ്ചമി തിഥി നമ്മൾ ദേവിക്ക് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്, പ്രത്യേകിച്ച് വരാഹി ദേവി. അപ്പോൾ പഞ്ചമി തിഥി പ്രമാണിച്ച് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ഒരു ഐതിഹ്യമാണ്. അതായത് കാടാമ്പുഴ ദേവീക്ഷേത്രത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കാടാമ്പുഴ ദേവീക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ്. എന്താണ് ക്ഷേത്ര ഐതിഹ്യം? നമുക്കറിയാം, ധർമ്മപുത്രരും, അതായത് പാണ്ഡവരിൽ മൂത്ത സഹോദരനായ ധർമ്മപുത്രരും ദുര്യോധനനും തമ്മിൽ ചൂതുകളി നടന്ന കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ ചൂതുകളിയിൽ ധർമ്മപുത്രർ തോൽക്കുകയാണ്. തൻ്റെ സഹോദരങ്ങളെയും രാജ്യത്തിനെയും ദ്രൗപദിയെ വരെ പണയം വെക്കുന്ന അവസ്ഥയിലേക്ക് ധർമ്മപുത്രർ പോയ കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ യുധിഷ്ഠിരൻ തോക്കുമ്പോൾ പാണ്ഡവരും തോക്കുന്നു. അങ്ങനെ ഇവർ വനവാസത്തിന് പോകുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ വനവാസത്തിന് പോയി, അതിനുശേഷം ഒരു വർഷത്തെ അജ്ഞാതവാസം. ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ദുര്യോധനൻ രാജ്യം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു യുദ്ധം വേണ്ടി വന്നേക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ വനവാസകാല സമയത്ത് പരമാവധി ദിവ്യാസ്ത്രങ്ങളും ദിവ്യ ആയുധങ്ങളുമെല്ലാം ശേഖരിക്കുന്നതിനായിട്ട് പാണ്ഡവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധത്തിൽ ശത്രുക്കളെ ജയിക്കുന്നതിനായിട്ട് പരമശിവനിൽ നിന്നും പാശുപതാസ്ത്രം കരസ്ഥമാക്കാനായിട്ട് അർജുനൻ ഉദ്ദേശിച്ചു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് കാമ്യക വനത്തിൽ അർജുനൻ എത്തുകയും അവിടെ പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തപസ്സിരിക്കുകയും ചെയ്യുന്നു. അർജുനൻ വളരെ കാലം തപസ് ചെയ്യുകയാണ്. ആ സമയത്ത് പാർവതീദേവി പരമശിവനോട് പറയുകയാണ്, അർജുനൻ ഇത്ര കാലമായല്ലോ തപസ് ചെയ്യുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും പാശുപതാസ്ത്രം അങ്ങ് അർജുനന് കൊടുക്കണമെന്ന്. അപ്പോൾ മഹാദേവൻ പറയുകയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കാൻ പറ്റില്ല, എന്തായാലും അർജുനനെ ഒന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ അർജുനൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ദേവിയും ഭഗവാനെ അനുഗമിക്കുകയാണ്. ഇവർ കിരാത വേഷം ധരിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കാമ്യക വനത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് ദുര്യോധനൻ്റെ ആജ്ഞപ്രകാരം മൂകാസുരൻ അർജുനനെ കൊല്ലുന്നതിനായിട്ട് അവിടെ എത്തുന്നു. മൂകാസുരൻ വരുന്നത് ഒരു പന്നിയുടെ വേഷത്തിലാണ് വരുന്നത്. അങ്ങനെ പന്നിയുടെ വേഷത്തിൽ വരുന്ന മൂകാസുരനെ മഹാദേവൻ അമ്പെയ്യുന്നു. അതേ സമയം തന്നെയാണ് അർജുനനും ഈ പന്നിയെ അമ്പെയ്യുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും അമ്പ് ഈ പന്നിയുടെ പുറത്ത് വന്ന് കൊണ്ടത് ഒരേ സമയത്തായതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ താനാണ് ഈ മൂകാസുരനെ കൊന്നത് എന്ന് പറഞ്ഞ് തർക്കത്തിലായി. തർക്കം മൂത്ത് അവസാനം ഇത് യുദ്ധത്തിൽ കലാശിച്ചു. രണ്ടുപേരും അസ്ത്രപ്രയോഗം നടത്താൻ തുടങ്ങി. പക്ഷേ വില്ലാളി വീരനായ അർജുനൻ്റെ അസ്ത്രപ്രയോഗത്തിൻ്റെ തീക്ഷണതയിൽ ഭഗവാൻ വളരെ ക്ഷീണിച്ചു. ഇത് കണ്ടപ്പോൾ പാർവതീദേവിക്ക് വളരെ വിഷമം തോന്നുകയും അർജുനൻ്റെ അസ്ത്രങ്ങളെല്ലാം പുഷ്പങ്ങളായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. എങ്കിലും അർജുനൻ പുഷ്പവർഷം ചെയ്ത് ഭഗവാനെ ശ്വാസം മുട്ടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ കാട്ടാളരൂപിയായ ദേവി അർജുനൻ്റെ ആവനാഴിയിലെ പുഷ്പങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കി. അത് കണ്ട് അർജുനൻ തൻ്റെ വില്ലുകൊണ്ടും മുഷ്ടി കൊണ്ടും യുദ്ധം തുടങ്ങി. അവസാനം ഭഗവാൻ ഗത്യന്തരമില്ലാതായപ്പോൾ അർജുനനെ തൻ്റെ മുഷ്ടി കൊണ്ട് ഉഗ്രമായെന്ന് പ്രഹരിച്ചു. ആ സമയത്ത് അർജുനൻ ബോധരഹിതനായി വീണു. ഇത് കണ്ടപ്പോൾ വീണ്ടും ദേവിക്ക് അർജുനനോട് അനുകമ്പയായി. അങ്ങനെ ദേവി അർജുനൻ്റെ മൊഹാലസ്യത്തെയൊക്കെ മാറ്റി. അപ്പോൾ അർജുനന് മനസ്സിലായി താൻ ആരോടാണ് എതിരിട്ടതെന്ന്. അങ്ങനെ അർജുനൻ തൻ്റെ തെറ്റ് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെയും ദേവിയുടെയും കാൽക്കൽ വീണ് പ്രാർത്ഥിച്ചു. കാട്ടാളരൂപിയായ പരമശിവനും
കിരാതരൂപിണിയായ പാർവതിയും വളരെ സന്തുഷ്ടരായി. അർജുനൻ ആവശ്യപ്പെട്ട പ്രകാരം പാശുപതാസ്ത്രം നൽകി അർജുനനെ അനുഗ്രഹിച്ചു. അങ്ങനെ അർജുനൻ അസ്ത്രപുഷ്പങ്ങളെ കൊണ്ട് ഭഗവാനെ മൂടിയതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്നും ആ ക്ഷേത്രത്തിൽ പൂമൂടൽ എന്ന വഴിപാട് നടത്തുന്നത്. ഈ ഐതിഹ്യത്തിൻ്റെ അനുസരിച്ചിട്ട് അവിടെയുള്ള കാടാമ്പുഴ ദേവി കിരാതരൂപിയായിട്ടാണ്, അതായത് കാട്ടാള രൂപത്തിലുള്ള ദേവിയുടെ രൂപത്തിലാണ് അവിടെ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് മുട്ടറക്കലും പൂമൂടലും. പൂമൂടലൊക്കെ ഒരുപാട് വർഷത്തേക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നാണ് അറിഞ്ഞത്. അതുപോലെ മറ്റൊരു വഴിപാടാണ് മുട്ടറക്കൽ. നമുക്ക് ഓരോ ദോഷങ്ങളുണ്ട്, പ്രത്യേക ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ മാറുന്നതിനായിട്ട് ദേവിക്ക് നടത്തുന്ന ഒരു വഴിപാടാണ് മുട്ടറക്കൽ എന്ന് പറയുന്നത്. അതായത് ദേവിയുടെ നടയിൽ വെച്ചിട്ട് തിരുമേനി തേങ്ങ ഇങ്ങനെ ഉടയ്ക്കും. ആ ഉടയ്ക്കുന്ന രീതി നോക്കിയിട്ടാണ് നമ്മുടെ ദോഷങ്ങൾ മാറിയോ എന്ന് പറയുന്നത്. വളരെ തുച്ഛമായ പൈസയുള്ളൂ. തേങ്ങ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നുണ്ട് 21 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ ഒരു മുട്ടറക്കലിന്. അതായത് നമുക്ക് ശത്രുദോഷമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വിദ്യയ്ക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ, അതുപോലെ വസ്തു സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കുറേ മുട്ടുകളുണ്ട്. അതിൽ നമുക്ക് എന്താണോ പ്രശ്നമുള്ളത്, ആരോഗ്യമുട്ടുണ്ട്, ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, രോഗങ്ങൾ, അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഏതാണോ നമുക്ക് ചെയ്യേണ്ടത് അത് അവിടുന്ന് പറയും. അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. വളരെ തുച്ഛമായ പൈസയൊക്കെ ഉള്ളൂ. പിന്നെ തിരുമേനിക്ക് എന്തെങ്കിലും ഒന്ന് ദക്ഷിണ കൊടുത്ത് നമുക്കത് ചെയ്യിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ഏകദേശം ബസ്സിൽ ഒരു 1.25 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാടാമ്പുഴയിലേക്ക് എത്താൻ പറ്റും. ഗുരുവായൂരിൽ നിന്നൊക്കെ ബസ്സുകളുണ്ട് കാടാമ്പുഴയ്ക്ക് പോകുന്നതിനായിട്ട്. ഇത്രയേ ഉള്ളൂ ദൂരം. പലരും ഗുരുവായൂർ വന്നു കഴിയുമ്പോൾ നമ്മുടെ വിചാരം ഈ മലപ്പുറം ജില്ല എന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് തെക്ക് ദേശത്തു നിന്ന് വരുന്നവരൊക്കെ മലപ്പുറം ജില്ലയെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ദൂരെയാണെന്ന് തോന്നും. പക്ഷെ അല്ല, ഗുരുവായൂരിൽ നിന്ന് വളരെ കുറച്ച് ഉള്ളൂ പോകാനായിട്ട്. അവിടുന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വെട്ടിച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റും. അവിടുന്ന് 10 രൂപയേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായിട്ട്. ഇനി ട്രെയിനിൽ വരുന്നവർക്ക് കുറ്റിപ്പുറത്താണ് ഇറങ്ങേണ്ടത്. അവിടെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ഈ പറഞ്ഞതുപോലെ വെട്ടിച്ചിറയിലേക്ക് ബസ് കിട്ടും. അവിടുന്ന് വീണ്ടും 10 രൂപ. ഇങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. അതല്ലെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് ഡയറക്റ്റായിട്ട് ബസ്സുകളുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നതിനായിട്ട്. വളരെ ശക്തിയുള്ള ദേവിയാണ്. ഞാൻ ഈ പഞ്ചമി ദിവസം ദേവിയുടെ കഥ പറഞ്ഞത്. കഥ കേട്ട് എല്ലാവരും പ്രാർത്ഥിക്കൂ. മഹാദേവിയെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ലളിതാ സഹസ്രനാമം ജപിക്കണം. ഇനി പഞ്ചമി ദിവസം വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ 8 മണിക്ക്, രാത്രിയിൽ 8 മണിക്ക് ശേഷം ദേവിക്ക് ഒരു വിളക്ക് കത്തിച്ച് ദേവിയെ പ്രാർത്ഥിക്കാം. കാരണം രാത്രി ദേവതയാണ്. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ 1000 നാമങ്ങൾ ജപിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പഞ്ചമി ദേവി വരുന്നുണ്ട്. വരാഹി ദേവിയാണ് പഞ്ചമി ദേവി. ദണ്ഡിനി ഇതെല്ലാം തന്നെ ആരാണ്? വരാഹി ദേവിയാണ്. ദേവിയുടെ പല പല രൂപങ്ങളാണ്. ലളിതാ ത്രിപുര സുന്ദരിയുടെ സർവ്വസൈനാധിപയാണ് വരാഹി ദേവി. ക്ഷിപ്രപ്രസാദിനിയാണ്, ക്ഷിപ്രകോപിനിയുമാണ്. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലാണോ നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ആ രൂപത്തിൽ പ്രാർത്ഥിക്കുക. നിർബന്ധമായും ലളിതാ സഹസ്രനാമം ജപിച്ചിരിക്കണം. അതല്ലെങ്കിൽ അമ്മേ നാരായണ എന്ന് പറയുന്ന നാമമെങ്കിലും നമ്മൾ ജപിക്കണം. ദേവിക്ക് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കുക. ഇനി ഗുരുവായൂർ പോകുന്നവർ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ യാത്രയിൽ കാടാമ്പുഴ ദേവീക്ഷേത്രവും കൂടി ഉൾപ്പെടുത്തുക. അധിക ദൂരമൊന്നുമില്ല. ക്ഷേത്രത്തിലേക്ക് നേരത്തെ വിളിച്ച് പറഞ്ഞാൽ ക്ഷേത്രം വക ഗസ്റ്റ് ഹൗസുകളുണ്ട്. 500 രൂപ മുതൽ മുകളിലേക്കുള്ള റൂമുകളുണ്ട്. നല്ല റൂമുകളാണ്. വിളിച്ച് പറഞ്ഞിട്ട് പോയാൽ റൂം ബുക്ക് ചെയ്ത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ റൂം ബുക്ക് ചെയ്ത് തരും. നമ്പറുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഭഗവതിയെ പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.